മെലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക അരിഷ്ടമാണ്. ഇത് നമുക്ക് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുവാനും പ്രതിരോധ ശക്തി നൽകാനും രക്തശുദ്ധിക്കും രക്തം ഉണ്ടാകുവാനൊക്കെ വളരെയേറെ ഗുണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നെല്ലിക്കയുടെ ഔഷധ ഗുണം. അപ്പോൾ നമുക്ക് ആ നെല്ലിക്ക അരിഷ്ടം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. നെല്ലിക്ക അരിഷ്ടം തയ്യാറാക്കാനായി ഞാനിവിടെ 1 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഭരണിയാണ്. അത് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും ജലാംശമില്ലാതെ എടുക്കണം. ഇനി ഭരണി ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലായാലും മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 ഗ്രാമ്പുണ്ട്. പിന്നെ ഏലക്ക ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്, ഒരു 4-5 എണ്ണം. ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. ഇത്രയാണ് വേണ്ടത്. ഇനി വേണ്ടത് ശർക്കരയാണ്. അത് ഞാനിവിടെ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ നെല്ലിക്കയ്ക്ക് 3/4 കിലോ തുടങ്ങി 1 കിലോ വരെ ശർക്കരയാവാം. ആദ്യം നമുക്ക് ഭരണിയിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പ്, പട്ട, ഏലക്ക, ജാതിപത്രി കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ശർക്കര ഇടാം, നെല്ലിക്ക ഇടാം, സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നെല്ലിക്ക, ശർക്കര അങ്ങനെ ലെയറായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ശർക്കര ഉരുകി വെള്ളം വരും, അതേപോലെ നെല്ലിക്കയുടെ ജ്യൂസും ഇറങ്ങും. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 41 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. 41ാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഇരുട്ടുള്ളൊരു ഭാഗത്ത് നമുക്ക് കെട്ടിവെക്കാം. ഇനി നമുക്കിത് 5 ദിവസം കഴിയുമ്പോൾ ഉണങ്ങിയ ഒരു മരത്തവി കൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കെട്ടിവെച്ച് 41ാമത്തെ ദിവസം അരിച്ചെടുക്കാം. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, ശർക്കരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയ ഒരു മരത്തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കെട്ടിവെക്കാം. നമ്മൾ നിറച്ചിട്ട് വെച്ചതല്ലേ, ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകി കഴിഞ്ഞപ്പോൾ ഭരണിയുടെ പകുതി വരെ ആയിട്ടോ. ഇനി നമുക്കിത് കെട്ടിവെച്ച ശേഷം 41ാമത്തെ ദിവസം അരിഷ്ടം പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിനി 41ാമത്തെ ദിവസം ഈ ഭരണി തുറക്കാം കേട്ടോ. ഇപ്പോൾ 41 ദിവസം കഴിഞ്ഞു നമ്മൾ നെല്ലിക്കയും ശർക്കരയും കൂടെ കെട്ടിവെച്ചിട്ട്. ഇന്ന് നമുക്കതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ നെല്ലിക്ക അരിഷ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നെല്ലിക്കയൊക്കെ നന്നായി ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ
ഭരണിയിൽ നിറച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പകുതി ഭാഗത്തോളമായി മാറിയത്. അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 41 ദിവസം കൊണ്ട് നമ്മളുടെ നെല്ലിക്ക-അരിഷ്ടം റെഡിയായിട്ടോ. ഇനി നമുക്ക് അരിച്ചെടുത്ത അരിഷ്ടം ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അരിഷ്ടം അരിച്ചെടുത്ത ശേഷം ബാക്കി വന്ന നെല്ലിക്കയാണിത്. നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ചാൽ കേടായി പോകും. നിങ്ങളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ 41 ദിവസം കൊണ്ട് നെല്ലിക്ക-അരിഷ്ടം തയ്യാറാക്കിയെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമല്ലേ, അവർക്ക് വളരെ ഈസിയായി ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് പ്രതിരോധ ശക്തി കൂട്ടാനും ഈ മഴക്കാലത്ത് അവർക്ക് പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും അയൺ ഡെഫിഷ്യൻസിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കും അല്ല മുതിർന്നവർക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.